ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരമായിരുന്നു ഇന്ന് റൗണ്ട് ഓഫ് 32-ൽ അരങ്ങേറിയത്. നോർവേയും ഐവറി കോസ്റ്റയും തമ്മിലുള്ള വമ്പൻ പോരാട്ടം. ഐവറി കോസ്റ്റയും നോർവേയും തമ്മിലുള്ള വമ്പൻ പോരാട്ടം തന്നെയാണ് ഫുട്ബോൾ ലോകം കണ്ടത്. ഒടുക്കം നോർവേ 2-1 എന്ന സ്കോറിന് വിജയിക്കുകയായിരുന്നു. മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് നോർവേ ആണെങ്കിലും ഐവറി കോസ്റ്റ തിരിച്ചടിക്കുകയായിരുന്നു. മത്സരത്തിൻ്റെ അവസാന നിമിഷം സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിൻ്റെ ഗോളിലൂടെ നോർവേ വിജയം സ്വന്തമാക്കി റൗണ്ട് ഓഫ് 16ലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുകയായിരുന്നു. റൗണ്ട് ഓഫ് 16ൽ എർലിംഗ് ഹാലൻഡിൻ്റെ നോർവേയെ കാത്തിരിക്കുന്നത് വമ്പന്മാരായ ബ്രസീലാണ്. നോർവേയെ സംബന്ധിച്ചിടത്തോളം മിന്നും പ്രകടനമാണ് അവർ വേൾഡ് കപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 മത്സരങ്ങളിൽ മാത്രം ബൂട്ടുകെട്ടിയ ഹാലൻഡ് 5 ഗോളുകൾ നേടിക്കഴിഞ്ഞു. ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ എംബാപ്പയ്ക്കും മെസ്സിക്കും പിന്നിൽ 3-ാം സ്ഥാനത്താണ് ഹാലൻഡ്. ഇന്നത്തെ മത്സരത്തിലെ എർലിംഗ് ഹാലൻഡിന്റെ തകർപ്പൻ ഗോളിന് ശേഷം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു: എർലിംഗ് ഹാലൻഡ്, നിങ്ങൾ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലിയോ മെസ്സിയുമായി തൊട്ടടുത്താണ്. നിങ്ങൾ 5 ഗോളുകളുമായി അയാളുടെ പിറകിൽ തന്നെയുണ്ട്. ഇതിന് എർലിംഗ് ഹാലൻഡിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്ക് ലിയോ മെസ്സിയെ മറികടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മെസ്സിക്ക് ഭ്രാന്താണ്. അവനൊരു ഭ്രാന്തനാണ്. അവൻ കളിക്കുന്ന എല്ലാ ഗെയിമുകളിലും ഹാട്രിക്കും ഡബിളും ഒക്കെ നേടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും മികച്ചവൻ അത് ലിയോ മെസ്സിയാണ്. ആ ഏറ്റവും മികച്ചവനോട് ഞാൻ അടുത്തിടപഴകുന്നു. അവനോടാണ് മത്സരിക്കുന്നത്. എനിക്കതു മതി, മറികടക്കണമെന്നില്ല. പക്ഷെ അവൻ പലതും ചെയ്യും കൂടുതൽ. ഇനിയും ഈ വേൾഡ് കപ്പിൽ നമ്മൾ എന്തൊക്കെയോ കാണാനിരിക്കുന്നു. മെസ്സിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കണം, അതെനിക്കുറപ്പുണ്ട്. ഇങ്ങനെയായിരുന്നു എർലിംഗ് ഹാലൻഡിന്റെ വാക്കുകൾ. ലോക ഫുട്ബോളിലെ ഇന്നത്തെ ഏറ്റവും മികച്ച ഗോളടി യന്ത്രങ്ങളിൽ ഒരാളായ എർലിംഗ് ഹാലൻഡിന്റെ വാക്കുകളാണിത്. 39-കാരനായ മെസ്സിയോട് മത്സരിക്കാൻ താനില്ല, മത്സരിക്കാൻ കഴിയില്ല. മെസ്സി തന്നെ പരാജയപ്പെടുത്തും. ഓരോ കളികളിലും ഹാട്രിക്കും ഡബിളുമായി മെസ്സി ഇപ്പോഴും കളം നിറയുകയാണെന്നാണ് ഹാലൻഡ് പറയുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വേൾഡ് കപ്പിലെ ലേറ്റസ്റ്റ് വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.